അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീകുമാർ, എന്നെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ ശ്രീ പി കൈലാസനാഥൻ, നിങ്ങളുടെ ട്രഷറർ കൂടിയായ ശ്രീ രാജേഷ് ഡാർവിൻ, ഈ റോയൽ ട്രീറ്റ് ഫൗണ്ടേഷൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, ഒരു പ്രഭാഷണത്തിന് ഇത്ര ശ്രദ്ധാപൂർവമായ ഓഡിയൻസ് പതിവല്ല. ഇവിടെ ഇത്രയും ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ശ്രീ കൈലാസനാഥൻ അവർകളാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇവിടെ എന്നെക്കുറിച്ചും എൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചും പറഞ്ഞത് കേട്ട് എൻ്റെ ആത്മവിശ്വാസം തന്നെ ഇളകിത്തെറിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിലാണെങ്കിൽ ഞാൻ അപ്പോൾ ഇതിൽ തൊടാതെ വേണം സംസാരിക്കാൻ. പ്രഭാഷകന്മാർക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ. ഞാൻ താമസിച്ചു പോയെന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. ഇപ്പം മനസ്സിലായി, നേരത്തെ ആയിരുന്നു. കാരണം ഞാൻ ഇറങ്ങാൻ നേരത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒരു സമയമാണല്ലോ. ഒരു സ്ഥാനാർത്ഥി വന്നു, രാവിലെ ഒരാൾ വന്നു, ഉച്ചയ്ക്ക് ഒരാൾ വന്നു, മൂന്നാമത്തെ ആൾ ഇപ്പോൾ വന്നു. രാവിലെ വന്ന ആൾ ഷേക്ക് ഹാൻഡ് ചെയ്തു, വോട്ട് വേണമെന്നാണ്, ഷേക്ക് ഹാൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് വന്ന ആൾ ആലിംഗനം ചെയ്തു. അപ്പോൾ സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല അല്ലേ? ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഷേക്ക് ഹാൻഡ് അവർ ചെയ്യുന്നത്, അവരെല്ലാം എപ്പോഴും ഈ കോട്ട് ഇട്ടാണല്ലോ നിൽക്കുന്നത്, ഫുൾ കോട്ട്. അപ്പോൾ മറ്റവൻ്റെ കൈ പിടിച്ച് കുടയുന്നത് ഇവൻ ഇവിടെ വല്ല കത്തിയോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ പോരാനാണ്, ഈ കുടയിലാണ്. ചിലർ പിറകെ ഒളിപ്പിച്ചോളിയും, അതിനാണ് ഇങ്ങനെ നോക്കുന്നത്, വല്ലതും ഉണ്ടോ. പക്ഷെ നമുക്കതല്ല, നമ്മൾ നമസ്കാരത്തിൻ്റെ ആളുകളാണ്. നമസ്കാരം എന്നിപ്പോൾ ആര് പറയുന്നു? തമിഴ്നാട്ടിലുള്ളവർ വണക്കം എന്നാണ് പറയുന്നത്. ഇവിടെ ആരെങ്കിലും വണക്കം എന്ന് പറഞ്ഞാൽ ബഫൂണായിട്ട് മാറും. കാരണം ഇവിടെ പിണക്കത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന ആൾ ആലിംഗനം ചെയ്തു, ഇപ്പം വന്ന ആൾ ദണ്ഡ നമസ്കാരം ചെയ്തു, കാലിൽ വീണു. കാലിൽ ഒരാൾ വീണാൽ നമ്മൾ തലയിൽ കൈവയ്ക്കണമെന്നാണ്, എന്നാലേ അവർ എഴിക്കുള്ളൂ. എഴിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ തലയിൽ കൈവച്ചിട്ട് എഴിക്കുന്നില്ല. എനിക്ക് മീറ്റിങ്ങിന് വരികയും വേണം. എൻ്റെ സംശയം, ഇയാൾ റിസൾട്ട് അറിഞ്ഞിട്ട് ഇനി എഴിക്കോളൂ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞാണ് ഞാൻ വന്നപ്പോൾ വളരെ ലേറ്റായി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ സന്തോഷം അതല്ല. ഞാനിന്ന് വന്ന ദിവസം തന്നെ ഭൂരിഭാഗം മെമ്പേഴ്സിൻ്റെ വിവാഹ വാർഷികമാണ്. അപ്പം എന്തുകൊണ്ട് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും കേക്കിൻ്റെ മാധുര്യത്തിലാണ്. ഏറ്റവും നല്ല, നമ്മളിത് ഫാമിലി ക്ലബ്ബല്ലേ, ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധം തന്നെയാണ്. ഭാര്യാഭർത്തൃ ബന്ധം പറയാൻ തന്നെ പാടാണ്. ആകാശവാണിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ ആകാശവാണിയിലെ അനൗൺസറായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അത് അനൗൺസറായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ടെസ്റ്റുണ്ട്, ഓഡിഷൻ ടെസ്റ്റ്. ആ ടെസ്റ്റിൽ വായിക്കാൻ തന്ന ഒരു വാചകം, ഒരു വാക്യം ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളതായിരുന്നു. ആ ബന്ധം തന്നെ തെറ്റായിട്ട് പറഞ്ഞ് ഒരുപാട് പേര് ഔട്ടായി. അടുത്ത് തന്നത് യുദ്ധാനന്തര സന്ധി സംഭാഷണം എന്നാണ്. ഞാൻ ആലോചിച്ചത്, ഇത് രണ്ടും തമ്മിലൊരു ബന്ധം എന്താണ്? ഭാര്യാഭർത്തൃ ബന്ധവും അത് കഴിഞ്ഞ് യുദ്ധാനന്തര സന്ധി സംഭാഷണവും.
യുദ്ധാനന്തര സന്ധി സംഭാഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഡിവോഴ്സുകൾ നടക്കുന്നത്. യുദ്ധാനന്തരം സന്ധി സംഭാഷണം ചെയ്യാൻ ആളില്ല. അതിന് കൗൺസിലിംഗ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭർത്താക്കന്മാരെല്ലാം ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ഇപ്പോൾ വിവാഹവാർഷികം കഴിഞ്ഞു അവരെ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു, ഓരോരുത്തരെയും ശ്രദ്ധിച്ചു, എല്ലാവരും ഹാപ്പിയാണ്. അതാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ ഭർത്താവ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്ത്? ഭരിക്കുന്ന ആൾ എന്നാണ്. അങ്ങനെയൊക്കെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് വേണ്ടത്. ഭർത്താവിൻ്റെ പര്യായ പദങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എല്ലാ പര്യായ പദവും. ഭർത്താവിനെ നമ്മൾ കാന്തൻ എന്ന് പറയില്ലേ? എന്തുകൊണ്ടാണ് കാന്തൻ എന്ന് ഭർത്താവിനെ പറയുന്നത്? കാന്തിയുള്ള ആളായതുകൊണ്ടാണ്. കാന്തി കുറവാണെങ്കിലും കാന്തൻ എന്ന് തന്നെ പേര്. കാന്തൻ. രമണൻ എന്ന് പറയും ഭർത്താവിനെ. എന്തുകൊണ്ടാണ്? രമിപ്പിക്കുന്ന ആളാണ്, രമിപ്പിക്കുന്ന ആളാണ് രമണൻ. പ്രിയൻ എന്നും പറയും, പ്രിയപ്പെട്ട പ്രിയതരമായ കാര്യങ്ങൾ പറയുന്ന ആളാണ് ഭർത്താവ്. അങ്ങനെ വേണം ഭർത്താവ് എന്നാണ് ഭർത്താവിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ടാണ് ജി ശങ്കരക്കുറുപ്പ് എഴുതിയത്, നേരു പറയണം അങ്ങു വിളിക്കയൻ പേരു മധുരമായി തീരുവതെങ്ങനെ. നേരു പറയണം അങ്ങു വിളിക്കെ എൻ പേരു മധുരമായി തീരുവതെങ്ങനെ. അങ്ങനെ തന്നെ വിളിക്കുന്നത്, അങ്ങനെ തന്നെ വിളിക്കുന്നത്. നേരു പറയണം. ജി ശങ്കരക്കുറുപ്പ് തുടരുന്നു, അങ്ങു തൊടുമ്പോഴൻ മേനി വിഭഞ്ചികയാകുവതെങ്ങനെ. മേനി വിഭഞ്ചികയാകുവതെങ്ങനെ. വീണ പോലെ, എടുത്തു മീട്ടാൻ പാകത്തിലുള്ള വീണ പോലെ വിഭഞ്ചികയായി എൻ്റെ ശരീരം അങ്ങ് തൊടുമ്പോൾ ആകുവതെങ്ങനെ. ഞാൻ ആരോടൊന്നും ചോദിക്കുന്നില്ല. ഇതൊക്കെയാണ് ഭർത്താവിൻ്റെ ക്വാളിഫിക്കേഷൻസ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പതി എന്ന് പറഞ്ഞാൽ പതിക്കുന്നവൻ. എന്ത് പതിക്കുന്നവൻ? സ്നേഹം പതിക്കുന്നവൻ. ആ തരത്തിലുള്ള പ്രാണവല്ലഭനെന്നും ഒക്കെ പറയുന്ന, ജീവേശ്വരനെന്നും പ്രാണനാഥനെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഭർത്താവ്. അങ്ങനെ ഒരു ഭർത്താവിനോട് ഈയിടയ്ക്ക് ഒരു ഡോക്ടർ പറഞ്ഞു, ക്രിട്ടിക്കൽ യൂണിറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന ഭർത്താവിനോട് ഡോക്ടർ വന്ന് പറഞ്ഞു, സുജാതയുടെ ഹസ്ബൻഡ് ആരാണ്, ഭർത്താവ് ആരാണ്? ഇപ്പോൾ ഒരാൾ ചെന്നു, വരൂ. വളരെ സംയമനത്തോടെ നിൽക്കണം, എന്തും സഹിക്കാനുള്ള ശക്തി ആർജിച്ചോളണം, കൈവിട്ടു പോകരുത് എന്നൊക്കെ ഇയാൾ പറയുകയാണ്. വളരെ ശ്രദ്ധിച്ച് നിൽക്കണം, വളരെ ആത്മസംയമനത്തോടെ ആത്മനിയന്ത്രണത്തോടെ നിൽക്കണം, എന്തും സഹിക്കാൻ തയ്യാറായിരിക്കണം. നിങ്ങളുടെ ഭാര്യ ഇനി അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കുള്ളൂ, എന്തും സഹിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, സാരമല്ല ഡോക്ടർ, കഴിഞ്ഞ 30 വർഷമായിട്ട് അവൾ സഹിക്കുകയാണ്, ഇനി അരമണിക്കൂർ കൂടെ ഒരു വിഷയമല്ല. അപ്പോൾ ആ തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭർത്താവ് പരസ്യം കൊടുത്തു, ഓമനെ അവർ ഭാര്യ ഇറങ്ങിപ്പോയി, അയാൾ വൈകിട്ട് വന്നപ്പോൾ ഭാര്യയെ കാണാനില്ല, പത്രത്തിൽ കൊടുക്കണമെന്ന് ആരോ പറഞ്ഞു, അളിയൻ തന്നെ പറഞ്ഞു പത്രത്തിൽ കൊടുക്കണം, നമ്മൾ ഫോർമാലിറ്റീസ് ഒബ്സർവ് ചെയ്യണം. പത്രത്തിൽ കൊടുത്തു, ഓമനെ നീ ചെയ്ത എല്ലാ തെറ്റും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷേ നീ മടങ്ങി വരരുത്. അപ്പം ആ തരത്തിലൊക്കെ ഉള്ള ബന്ധങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ ഒത്തുകൂടുന്നു എന്ന് പറയുന്നത് ആഹ്ലാദകരമാണ്, ആനന്ദകരമാണ്, ഇതാണ് വേണ്ടത്. പക്ഷേ നമ്മളെ എല്ലാ സൗഖ്യങ്ങളും ഉള്ളപ്പോഴും നമ്മളാരും സന്തുഷ്ടരല്ല, അല്ലേ? ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. മലയാളികൾ സംസാരിക്കുന്നത് ഇപ്പം അങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് സംസാരം തുടങ്ങുന്നത്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇടയ്ക്ക് ഒരുത്തം പറഞ്ഞു ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അളിയൻ ഒരു ചെറ്റാണ് കേട്ടോ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. അപ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആരും സന്തുഷ്ടരല്ല. ഒരു കാര്യം ആലോചിക്കുക, മുമ്പെല്ലാം ഉണ്ടായിരുന്നതിനേക്കാൾ സൗഖ്യവും, അല്ലേ, സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇന്ന് കൂടുതലാണ്.
ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്. ശീതീകരിച്ച മുറിയുണ്ട്, ശീതീകരിച്ച കാറുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാം അധുനാതനമായ സാങ്കേതിക സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കെ നമ്മുടെ പഴയ തലമുറയ്ക്ക് ഇത് വല്ലതും ഉണ്ടായിരുന്നോ? നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഇത് വല്ലതും ഉണ്ടായിരുന്നോ? ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ? പണ്ടൊക്കെ അംബാസഡർ കാറിൽ പോകുന്ന കണ്ടിട്ടില്ലേ? പ്രതാപത്തിൻ്റെ ഒരു ചിഹ്നമാണ് അംബാസഡർ കാർ. അംബാസഡർ കാറിൽ അതിൻ്റെ ഉടമസ്ഥൻ കൈ പുറത്ത് വെച്ചേക്കും. ചില ഉടമസ്ഥന്മാരൊരു സിഗരറ്റ് കൂടെ പിടിച്ച് സിഗരറ്റ് ഇട്ട് തട്ടുകയും ഒക്കെ ചെയ്ത്. അന്ന് കാറൊക്കെ കുറവായിരുന്നു, അതുകൊണ്ട് ഇയാൾക്ക് തട്ടാൻ പറ്റി. ഇന്നാണെങ്കിൽ ആ കൈ അതോടെ അങ്ങ് പോകും. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളുള്ള എല്ലാവിധമായ ജീവിത സൗകര്യങ്ങളും വന്നിരിക്കുന്നു. ചങ്ങമ്പുഴ ജീവിതത്തെക്കുറിച്ച് പറയും ഞാൻ എൻ്റെ മിക്ക പ്രഭാഷണങ്ങളിലും ചങ്ങമ്പുഴയുടെ ജീവിത നിർവചനം ആവർത്തിക്കാറുണ്ട്. എന്താണ് ജീവിതം? എന്താണ് ജീവിതം? അവ്യക്തമായൊരു സുന്ദരമായ വളകിലുക്കം, സംഗീത തുന്തിലം, നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. അത്രയേ ഉള്ളൂ ജീവിതം. നൈമിഷികോജ്വലമായ വളപ്പട്ടുകൾ പോലെ വർണ്ണാഭമായ ശബ്ദഘോഷങ്ങൾ കൊണ്ട് നിറയുന്ന ഏതാനും നിമിഷങ്ങളുടെയും സൗഖ്യങ്ങളുടെയും ആകെത്തുകയാണ് ജീവിതം. വളരെ ഹ്രസ്വമാണ് ജീവിതം. അപ്പോൾ അങ്ങനെയുള്ള ഈ ജീവിതത്തിനിടയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ നമുക്കെന്താ സന്തോഷമില്ലാത്തത്? നമുക്കൊരു സന്തോഷമില്ല, കാരണം നമുക്ക് തൃപ്തിയില്ല. ഈ സന്തോഷം എന്ന് പറയുന്നതിന് 4 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സുഖമാണ്. സുഖം, സന്തോഷം, ആഹ്ലാദം, ആനന്ദം. 4 തരത്തിലാണ്, 4 വിധത്തിലാണ്. സുഖം എന്ന് പറയുന്നത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുഖം നമ്മൾ പറയാറില്ലേ, ഒരു സുഖം തോന്നുന്നില്ല. ആകെ സുഖം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ മസിൽ പെരുക്കുകയാണ്. ഒരു സുഖം തോന്നുന്നില്ല. ഇപ്പം സുഖം തോന്നിയാൽ എങ്ങനെ ഇരിക്കും? സുഖം ഭൂമിയെ സ്വർഗമാക്കാം. ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങന്നറിയാതെ തന്നെ ആയുസ് പോകുന്നു ഹതാശ്വർ നമ്മൾ എന്നാണ് ഉള്ളൂർ പറഞ്ഞിരിക്കുന്നത്. സുഖമെന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെയാണ് സുഖം, അവിടെയാണ് സുഖം, അക്കരെയാണ് സുഖം. ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ആയുസ് പോകുന്നു ഹതാശ്വർ നമ്മൾ. നമ്മുടെ പ്രായം, നമ്മുടെ കാലം ഒക്കെ കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ പറഞ്ഞത്, അവൾ പോയതിൽ എനിക്കില്ല മാൽ. ആര് പോയത്? സീത പോയത്. അവൾ പോയതിൽ എനിക്കില്ല മാൽ. മാൽ ദുഃഖം. അവൾ തൻ പ്രായം പോവുകയല്ലയോ. അതാണ് അദ്ദേഹത്തിന് കാര്യം അറിയാം. അപ്പോൾ ഈ സുഖമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അവസ്ഥയാണ്. സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അവസ്ഥയാണ്. മനസ്സിൻ്റെ അവസ്ഥയാണ് സന്തോഷം. ആഹ്ലാദം എന്ന് പറയുന്നത് ബുദ്ധിയുടെ അവസ്ഥയാണ്. ആനന്ദം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അതിനപ്പുറത്തുള്ള സമാധാനത്തിൻ്റെയും സ്വച്ഛ നീലിമ നിറഞ്ഞ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വം ജീവൻമുക്തി. വേദാന്തമാണ്. സത്സംഗത്വേ നിസ്സംഗത്വം. നല്ല ആളുകളുമായി നമ്മൾ സഹവസിക്കുമ്പോൾ നമുക്കൊരു നിസ്സംഗത വരും. ഒന്നിനോടും ഒരു ആർത്തിയില്ലാതെ, ഒന്നിനോടും ഒരു മോഹമില്ലാതെ, ഒന്നിനോടും ഒരു അഡിക്ഷൻ ഇല്ലാതെ നിസ്സംഗത വരും. നിസ്സംഗത്തെ നിർമോഹത്വം. നിസ്സംഗത വരുമ്പോൾ പുതിയ മോഹങ്ങളില്ലാതെ വരും. പുതിയ മോഹങ്ങളില്ലാതെ വരുമ്പോൾ നമ്മൾ നിശ്ചലരാകും. അതാണ് ആനന്ദം, അതാണ് പരമാനന്ദം. ആ ആനന്ദത്തിലെത്തുമ്പോൾ ജീവനമുക്തി എന്നാണ് പറയുന്നത്. മോക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. മോക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. ശബരിമല പോകുന്നവർ വിളിക്കുന്നത് കണ്ടില്ലേ, 41 ദിവസം വ്രതമൊക്കെ ഇപ്പം അങ്ങനെ എടുക്കുന്നുണ്ടോയെന്നറിയില്ല. എടുത്ത് കെട്ടൊക്കെ കെട്ടിയിട്ട് ഇവിടെ നിന്ന് വിളി തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കെട്ടും ശബരിമലയ്ക്ക്. അത് ഒരാൾ പറയും കെട്ടും എന്ന് ഒരാൾ പറയുമ്പോൾ വേറൊരാൾ പറയും ശബരിമലയ്ക്കെന്ന്. ചോദ്യോത്തരമാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന രീതിയിലാണ്. കെട്ടും ശബരിമലയ്ക്ക്. അടുത്ത ചോദ്യം, ആരെ കാണാൻ? 41 ദിവസം വ്രതം എടുത്തവൻ കെട്ടെടുത്തപ്പോൾ അവൻ്റെ എല്ലാം പോയി, കെട്ടുവിട്ടു. ആരെ കാണാൻ? എന്നാൽ മറ്റവൻ സ്വാമിയെ കാണാൻ.
അവനറിയാം, അവൻ അത്ര വിട്ടില്ല. ഉടനെ ഇവൻ്റെ ചോദ്യം, സ്വാമിയെ കണ്ട? വളരെ അടുത്ത അവൻ്റെ മറുപടി, മോക്ഷം കിട്ടും. ഇത്ര ഈസിയാണെന്നറിയോ മോക്ഷം? ഇവിടെ അരവണ പായസം കിട്ടാനുള്ള പാട് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിശ്ചലതത്വം ജീവന് മുക്തി എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് ഈ സന്തോഷമില്ലാതെ പോയത്? സന്തോഷം ഇല്ലാതെ പോകുന്നത് നമുക്ക് സന്തോഷമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഒന്നിലും തൃപ്തരല്ല, നമ്മുടെ മനസ്സ് ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, സാറ്റിസ്ഫൈഡ് അല്ല, അല്ലേ? നമ്മളെപ്പോഴും ആളുകളുടെ തെറ്റുകളാണ് കാണുന്നത്, കുറ്റങ്ങളാണ് കാണുന്നത്, ദോഷങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ദോഷൈക ദൃക്ക് എന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിൽ വന്നത് നമ്മുടെ ആളുകൾക്ക് കാരണമാണ്. എല്ലാവരും തെറ്റുകളാണ് കാണുന്നത്. പണ്ടൊരു ഓഡിറ്ററെ കുറിച്ച് പറയും. ഓഡിറ്റേഴ്സ് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ഓഡിറ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ അളിയനും ടീമും എല്ലാം അന്തം വിട്ട് നിൽക്കുന്നു. കിളിക്ക് കൈ കൊടുത്ത് എന്തോ സംഭവിച്ചതുപോലെ, കൂര ഇടിഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നു. ഓഡിറ്റർ വന്ന് ഇറങ്ങിയിട്ടത്തേം ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ അവർക്ക് പറയാമോ, പറയണോ, പറഞ്ഞാൽ ഇദ്ദേഹം പൊട്ടിത്തെറിക്കുമോ അതോ കെട്ടടങ്ങുമോ ഒന്നും അറിഞ്ഞൂടാതെ നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതായത് നമ്മുടെ മോളി എന്ന് പറഞ്ഞാൽ മകള്, വീട്ടിൽ മോളി എന്നാണ്, വേറെ പേരുണ്ട്. മോളി ഒരു എഴുത്തെഴുതി വെച്ചിരിക്കുന്നു. മോളി എഴുത്തെഴുതി വെച്ചിട്ട് പോയി, നാട് വിട്ടു പോയി, ആരെയോ കൂടെ പോയി. അപ്പോൾ എടുത്ത് ഇയാളെ കൊടുത്തു, ഓഡിറ്ററെ കൊടുത്തു. അദ്ദേഹം വായിച്ചു. മോളി എഴുതിയിരിക്കുന്നു, അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ വിശ്വസിക്കുന്ന മനോഹരൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പുറപ്പെടുകയാണ്. എന്നെ അന്വേഷിച്ച് വരികയോ പോലീസിൽ പരാതി കൊടുക്കുകയോ അങ്ങനെയുള്ള അച്ഛൻ്റെ സ്ഥിരം പരിപാടികളൊന്നും ചെയ്യരുത്, എന്നെ ഇനി തിരക്കണ്ട എന്ന് സ്വന്തം മോളി. പുള്ളി പറഞ്ഞു, ഇവളെന്നാ പോയത്? അളിയൻ പറഞ്ഞു, ഇന്ന് രാവിലെ. അതോ ഇന്നലെയോ? ഇന്ന് രാവിലെ. ഇന്ന് മനോരമ പത്രം എടുത്ത് വന്നിട്ടല്ലേ മനോഹരൻ്റെ കൂടെ പോയത്. അപ്പൊ ഇന്നാണ് പോയത് അല്ലേ? അളിയാ നോക്ക്, 25-ആം തീയതി, ഇന്ന് 26-അല്ലേ? അതാണ് വിഷയം. ഫാൾട്ട് ഫൈൻഡിങ് ഓഡിറ്ററുടെ ജോലിയാണ്. ഫാൾട്ട് ഫൈൻഡിങ്, നോട്ട് ഫാക്ട് ഫൈൻഡിങ്. പണ്ടൊരാൾക്ക് ഈ ഒരു പട്ടിയെ കിട്ടി, വിശേഷപ്പെട്ട ഒരു പട്ടി, ഒരു വേട്ടക്കാരൻ. ആ പട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ നടന്നു പോകും, വേണമെങ്കിൽ ഓടിയും. നമ്മളങ്ങനെ കേട്ടിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ്. അദ്ദേഹം കന്യാകുമാരിയിലെ പാറയിലേക്ക് നടന്നു പോവുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അന്നത്തെ കടത്തൂലി കേട്ട് ദേഷ്യം വന്ന് നടന്നങ്ങ് പോയതാണെന്ന്. എന്തായാലും ഈ പട്ടി നടന്നു പോകും വെള്ളത്തിൽ കൂടെ. അപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം, ഇത് എൻ്റെ പട്ടിയുടെ ഈ പ്രത്യേകത, അങ്ങനെ ഒരു പട്ടിയെ എനിക്ക് തന്നെ കിട്ടിയതിൻ്റെ കാര്യം അളിയനെ ഒന്ന് അറിയിക്കണം. പലരുടെയും ടാർഗറ്റ് അളിയനാണ്. അളിയൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഞാനൊരു കേമനാണെന്ന്. അങ്ങനെ അളിയനെ ഒരു ദിവസം വശാൽ ഇങ്ങനെ ഉപായത്തിൽ, എന്നാൽ പിന്നെ ഒന്ന് വേട്ടയ്ക്കൊക്കെ പോയാലോ, അളിയൻ വേട്ടയ്ക്ക് പോയിട്ട് എത്ര ആളായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വേട്ടയ്ക്കുണ്ട് ഈ പട്ടിയുമായിട്ട്. എന്നിട്ട് ഇയാൾ നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പുകളിലിരിക്കുന്ന പക്ഷികളെയും മറ്റും വെടിവെച്ചിട്ടു. പക്ഷികൾ വെള്ളത്തിൽ വീണു, പട്ടി നടന്നു പോയി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ 3-4 തവണ നടന്നു പോയിട്ടും അളിയനൊന്നും മിണ്ടുന്നില്ല. അളിയനെ അഭിനന്ദിക്കുമെന്ന് വിചാരിച്ച് ഉള്ള പക്ഷികളെല്ലാം വെടിവെച്ചിടുന്നു, പട്ടി ഓടിച്ചെന്നെടുത്തുകൊണ്ട് വരുന്നു വെള്ളത്തിൽ കൂടെ. അവസാനം അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു, അളിയൻ എൻ്റെ പട്ടിയുടെ പ്രത്യേകതയൊന്നും തോന്നിയില്ലേ? പട്ടിയുടെ പ്രത്യേകത മനസ്സിലായി? അതെനിക്ക് അപ്പോഴേ മനസ്സിലായി, തൻ്റെ പട്ടിക്ക് നീന്തറിഞ്ഞൂടാ. അളിയൻ പറയുകയാണ്, അതാണ് അളിയൻ. അപ്പൊ പിന്നെ എങ്ങനെ സന്തോഷം വരും? ഭാഗവതത്തിൽ ഭിക്ഷുഗീത എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഭിക്ഷുഗീത ഇത്രയേ ഉള്ളൂ. അവന്തി പട്ടണത്തിൽ ഒരു ബ്രാഹ്മണൻ, ധനികനായ ബ്രാഹ്മണൻ, ധനാഢ്യനായ ബ്രാഹ്മണൻ, എല്ലാ ജീവിത സൗകര്യങ്ങളും അക്കാലത്ത് ലഭ്യമായ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉള്ള ഒരു ബ്രാഹ്മണൻ, കൊടീശ്വരൻ.
കൊട്ടാരം പോലത്തെ വീട്, പരിചാരകർ, ഉദ്യാനപാലകർ എല്ലാമുള്ള അവന്തി പട്ടണത്തിലെ ഒരു ധനിക ബ്രാഹ്മണൻ. അദ്ദേഹത്തിൻ്റെ കർമ്മയോഗം കൊണ്ടാണോ എന്തോ ഓരോന്നായി നശിച്ചുപോയി. ബന്ധുക്കൾ ഓരോന്നായിട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. സുഹൃത്തുക്കൾ അവരുടെ റോള് ചെയ്തു. എന്തായാലും കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബാങ്ക്രപ്റ്റായി അല്ലേ? അങ്ങനെയായി എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഭാര്യയും പോകുമല്ലോ. ഭാര്യയും പോയി. ചില സിനിമകളിലുള്ള പോലെ ഭാര്യ മാനേജറുടെ കൂടെ പോയി. അങ്ങനെ എല്ലാവരും പോയി, മക്കളും പോയി. ഇയാൾ ഒറ്റപ്പെട്ടു. റോഡിലായി, തെരുവിലായി, തെരുവ് തിണ്ണയിലായി, കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയായി. അവിടെ പോലും അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടാതെയായി. ഭാഗവത്തിലെ ഒരു കഥാഭാഗമാണ് ഞാൻ പറയുന്നത്, ഭിക്ഷുഗീത. ഭക്ഷണം കിട്ടാതെയായി. പട്ടികളും മറ്റും വന്ന് ഇയാളുടെ ഭക്ഷണം തട്ടി പറിച്ചുകൊണ്ട് പോകുന്നു. വല്ലാതെ ദയനീയമായ, ശോചനീയമായ ഒരു അവസ്ഥയിലായപ്പോൾ ഒരാൾ ചോദിച്ചു, അദ്ദേഹം താടിയൊക്കെ വളർത്തി അല്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങ് പണ്ട് കുതിരവണ്ടിയിൽ ഇതിലെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ പോലെ തന്നെ പ്രസന്നവദനായിരിക്കും. അന്നത്തെ പോലെ തന്നെ അങ്ങയുടെ മുഖം തൃപ്തികരമായിരിക്കും. ഇതെങ്ങനെ സാധിക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഈ വിധത്തിൽ ആഹാരം പോലും കിട്ടാത്ത ഈ സാഹചര്യത്തിലും അങ്ങ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അദ്ദേഹം പറഞ്ഞ ഒരു ശ്ലോകമാണ്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ പറയാം. എൻ്റെ സന്തോഷത്തെ ഹനിക്കുവാൻ, എൻ്റെ സന്തോഷത്തെ നശിപ്പിക്കുവാൻ എൻ്റെ ബന്ധുമിത്രാദികൾക്ക് ആവുകയില്ല. ബന്ധുമിത്രാദികളാണല്ലോ നമ്മുടെ സന്തോഷം നശിപ്പിക്കുന്നത്. അളിയൻ നശിപ്പിക്കാം, മരുമകൻ നശിപ്പിക്കാം, മരുമകൾ നശിപ്പിക്കാം, അമ്മായിയപ്പൻ നശിപ്പിക്കാം, അമ്മായിയമ്മ നശിപ്പിക്കാം, അച്ഛനോ സഹോദരങ്ങളോ ഒക്കെ നശിപ്പിക്കാം നമ്മുടെ സന്തോഷത്തെ. പക്ഷെ അദ്ദേഹം പറയുന്നു, ബന്ധുമിത്രാദികൾക്ക് എൻ്റെ സന്തോഷത്തെ നശിപ്പിക്കാൻ കഴിയില്ല. പിന്നെയോ ഗൃഹദോഷം എന്നൊന്നില്ല. ഗൃഹദോഷം, വീട് ദോഷം ഇതെല്ലാം പറയുന്നതല്ലേ. ഈ വീടിൻ്റെ ഇരിപ്പ് ശരിയല്ല, വീടിൻ്റെ വാതിലും ശരിയല്ല, ജനലും ശരിയല്ല, വീടും ശരിയല്ല, വീട്ടുകാരനും ശരിയല്ല എന്നൊക്കെ പറയുന്നതല്ലേ ചില ആശാന്മാർ വന്നിട്ട്. ഇടയ്ക്കൊരു വീടിൻ്റെ പാലുകാച്ചൊക്കെ നടന്നു. ഗംഭീര പാലുകാച്ച്. അകത്ത് ചെറിയ തോതിൽ മദ്യസൽക്കാരുമുണ്ട്. നല്ല പാല് കാച്ചെന്നാണ് പേരെങ്കിലും കാച്ചുന്നത് അങ്ങനെയാണ്. അപ്പം അതെല്ലാം കഴിച്ച് ഒരുത്തൻ ഫിറ്റായിട്ട് വന്ന് ഫ്രണ്ട് നിന്നിട്ട് പറഞ്ഞു, ആ വീട് നോക്കിക്കൊണ്ട് പറയാണ്, ഈ വീടിൻ്റെ ഇരിപ്പ് ശരിയല്ല. ചുമ്മാ ഇരുന്ന ഒരുത്തനെ വിളിച്ചു വരുത്തി. അവൻ ഭക്ഷണവും കഴിച്ചു, പാലും കാച്ചി, എല്ലാം കാച്ചിട്ട് അവൻ നിന്ന് പറയുകയാണ്, നേരെ നടയിൽ നിന്ന് പറയുകയാണ്, ഈ വീടിൻ്റെ ഇരിപ്പ് ശരിയല്ല. ഉടനെ 3-4 നല്ല മനുഷ്യർ ഒത്തുകൂടി. എങ്ങനെ? ഒന്നുകൂടെ കേൾക്കണം, എന്നെക്കൊണ്ട് ഒന്നുകൂടെ പറയും. എങ്ങനെ? വീടിൻ്റെ ഇരിപ്പ് ശരിയല്ല. ഏതായാലും ചിലരിങ്ങനെ വളരെ ഉദ്വേഗത്തോടെ തന്നെ നോക്കുകയാണ്, ഇനി എന്ത് പറയുമെന്ന്. ദുർമരണം നടക്കും, എന്ത് ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ജ്യോത്സ്യന്മാരെ പോയി കാണുമ്പോൾ ജ്യോത്സ്യനല്ല, ഇതിന് പക്ഷേ വാസ്തു വിദഗ്ധന്മാരുണ്ട്. അവർ വന്നിട്ട് പറയുന്നു, കഷ്ടപ്പെട്ട് ഫ്രണ്ടിൽ പിന്നെ എന്താണ് ഇറ്റാലിയൻ മാർബിളൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ച് എല്ലായിടത്തും കളഞ്ഞേക്കാം. ഇതിൻ്റെ അടുക്കള എവിടെ ഇരിക്കുന്നു? അടുക്കള ഏത് ഭാഗത്താണ്? അവിടെ വരണം വരാന്ത, ഇവിടെ വരണം അടുക്കള. ബാത്റൂം എവിടെ ഇരിക്കുന്നു? എല്ലാത്തിനും മാറ്റി, ഇതനുസരിച്ച് മാറ്റുന്നവരില്ലേ? നമ്മുടെ അവന്തി പട്ടണത്തിലെ ഈ ധനികനായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ പറയുന്നു, ഒരു ഗൃഹദോഷത്തിനും നിങ്ങളുടെ സന്തോഷത്തെ കെടുത്താനാവില്ല. പിന്നെയോ ഒരു കർമ്മദോഷത്തിനും അങ്ങനെയൊന്നില്ല. കാലദോഷമില്ല, ജന്മദോഷമില്ല, മുജ്ജന്മദോഷമില്ല. എങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ വിശേഷിച്ചും സെക്രട്ടേറിയറ്റിൽ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, നിയമത്തിലൊക്കെ പറയുന്ന വാചകമുണ്ട്, അൺലെസ് അതർവൈസ്. അൺലെസ് തന്നെ ധാരാളമാണ്. അതർവൈസ്, ചിലർ അണ്ടിലും കൂടെ ചേർക്കും. ഏതുപോലെ അല്ലെങ്കിൽ
നമ്മുടെ മനസ്സിലെ സന്തോഷം കെടുത്താൻ നമ്മൾ അനുവദിച്ചില്ല എങ്കിൽ ഒരു ശക്തിക്കും നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ കഴിയില്ല. നമ്മൾ അനുവദിക്കുന്നിടത്തോളം മാത്രമേ നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലല്ലോ. ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും, ജ്യോത്സ്യൻ അറിയാം കഷ്ടകാലത്തിനേക്ക് ഇവൻ കയറി വരുള്ളൂ. അപ്പോൾ ജ്യോത്സ്യൻ പറയുന്നത് ഭാര്യയും ഭർത്താവായിട്ടാണ് പോയത്. ജ്യോത്സ്യൻ്റെ വകതിരിവ് നോക്കണം, ശത്രു കൂടെ ഉണ്ടായിരുന്നു. ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നു. അവർക്ക് നേരത്തെ അതറിയാം, ഇപ്പം അത് ഉറപ്പായി. ഇങ്ങനെയൊക്കെ കുടുംബഛിദ്രമുണ്ടാക്കുന്ന ഈ കാര്യങ്ങൾക്ക് എന്തിനു പോകണം? ഇത് നമ്മൾ വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞിട്ടോ നമ്മൾ സമൂഹത്തിലെ സമുന്നതരാണ് എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അവരാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ടൊരാൾ പറഞ്ഞത്, മറ്റവനെ അമ്പലത്തിൻ്റെ വെളിയിൽ ഇരുന്ന് യാചിക്കുന്നു, VIP കിടന്ന് യാചിക്കുന്നു. VIP കിടന്നാലേ പറ്റുള്ളൂ, CBI അന്വേഷണം വരരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ ഈ ജ്യോത്സ്യൻ പറയുന്നത് വല്ല ശരിയാണോ? പണ്ട് ഒരു പയ്യൻ MA ഒക്കെ കഴിഞ്ഞ് പരീക്ഷയ്ക്ക് മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കെ 1-2 പരീക്ഷ എഴുതി കിട്ടിയില്ല. മത്സര പരീക്ഷയല്ലേ, ജോലി കിട്ടിയില്ല. ആരോ പറഞ്ഞു ജ്യോത്സ്യനെ കാണാൻ പറഞ്ഞു. ജ്യോത്സ്യൻ അന്ന് ഭാര്യയുമായിട്ടൊക്കെ ഉടക്കിയൊക്കെ വന്ന ദിവസമാണെന്ന് തോന്നുന്നു. അയാൾ ഇത്തിരി ഇടങ്ങാറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ്റെ എന്താണ്, ഞാൻ ഈ പരീക്ഷ 1-2 PSC എക്സാം, UPSC എക്സാമൊക്കെ എഴുതി, റിസൾട്ടൊക്കെ വന്നു, എന്നിട്ട് ഒന്നിലും ഇല്ല, ഒന്നും എഴുതണ്ട. ആര് പറയുന്നു? ജ്യോത്സ്യൻ പറയുന്നു. ജ്യോത്സ്യൻ പഴയ 7ാം ക്ലാസ് B ആണ്. അതൊന്നും എഴുതണ്ട. പുള്ളി അതെടുത്ത് അതൊക്കെ എടുത്ത് കറക്കിയിട്ട് പറഞ്ഞു, ശുക്രനിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇയാൾ എഴുത്തിലേക്ക് തിരിയണം. ഇയാൾ എന്തെഴുതി കൊടുത്താലും ഉടൻ പൈസ കിട്ടും. അത് പൈസയാണ്. എഴുത്തിലോട്ട് തിരിയണം. അല്ലെങ്കിൽ ശുക്രൻ ഇപ്പം ഈ സൈസിൽ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഒന്നുകൂടെ നോക്കണം. അവർ തന്നെ തീർച്ചയില്ല. ഒന്നുകൂടെ നോക്കിയപ്പം ശുക്രൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. പൈസ കിട്ടും. എന്തെഴുതി കൊടുത്താലും പൈസ കിട്ടും. അതാണ് ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. 3 തരം. ഒന്നുകൂടെ നോക്കണോ? അവൻ തന്നെ പറഞ്ഞു വേണ്ടെന്ന്. പാവം പയ്യൻ, അയാൾ പോയി പരീക്ഷ എഴുതേണ്ട, PSCയുടെ UPSCയുടെ ഒക്കെ പഠിച്ചെഴുതേണ്ട, പരീക്ഷ എഴുതേണ്ട പയ്യൻ കഥ എഴുത്തു കൊടുത്തു. കഥ എഴുതി മനോരമയ്ക്ക് അയച്ചു കൊടുത്തു. അടുത്ത ആഴ്ച തന്നെ തിരിച്ചു വന്നു. മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. ഒന്നും വന്നില്ല. വീണ്ടും അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അയക്കുമ്പോൾ തിരിച്ചയക്കാനുള്ള അതും കൂടെ അയക്കും, ഇങ്ങനെ അയച്ചാൽ പറ്റും. അങ്ങനെ ഒരുപാട് എഴുതിയവൻ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. അവൻ പറഞ്ഞു, അതേ ഈ കഥയും കവിതയൊന്നും എഴുതിയിട്ടില്ല, നോവൽ എഴുതണം. ആളുകൾക്ക് നോവലാണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള നോവൽ എഴുതി നാനാവിധമായി പരീക്ഷയ്ക്ക് PSCക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഏജും കഴിഞ്ഞു. കഥ എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ വീട്ടിൽ നിന്നും വെളിയിലാവുമല്ലോ. വീട്ടിൽ നിന്നൊക്കെ വെളിയിലായി, ഒറ്റപ്പെട്ടു. നേരത്തെ അവന്തി പട്ടണത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയായി. അങ്ങനെ അവനൊരു ചായക്കടയിൽ സപ്ലയർ നോക്കണം. സപ്ലയറായി ഇവിടെ നിന്ന് ചായയും വടയും ഒക്കെ എടുത്ത് കൊടുക്കുന്നു, അപ്പം ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ജ്യോത്സ്യൻ അവിടെ ചായ കുടിക്കാൻ വന്നു. അവൻ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ജ്യോത്സ്യരുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും വേണ്ട, വിത്തൗട്ട് ചായ. വിത്തൗട്ട് ആയാൽ പോരാ. എന്നെ മനസ്സിലായോ? ഇല്ല. ആരാണ്? എനിക്ക് അന്ന് ഞാൻ PSC പരീക്ഷ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങല്ലേ പറഞ്ഞത്, എഴുതി കൊടുത്താൽ മതി, പൈസ ആകുമെന്ന്. അവൻ പറയാ, ശരിയായില്ലേ? ഇപ്പം എഴുതി കൊടുക്കുന്ന കൗണ്ടറിൽ പൈസ. എന്തോ കഴിച്ച് 3 ദോശയും 45 രൂപ. അപ്പം പൈസ. ഈ തരത്തിലുള്ള പറ്റിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് ജ്യോത്സ്യന് തരാൻ കഴിയില്ല, ആർക്കും തരാൻ കഴിയില്ല. അൺലെസ് അതർവൈസ് നമ്മൾ സന്തുഷ്ടരാവുക. എന്ത് നഷ്ടപ്പെട്ടാലും
നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ആകുലതകളെ കയറ്റിവിടാതിരിക്കുക, വിഷമതകളെ കയറ്റിവിടാതിരിക്കുക. നഷ്ടപ്പെട്ടു വിഷയമല്ല. അവന്തി പട്ടണത്തിലെ ധനികൻ, അദ്ദേഹം പറഞ്ഞ ജീവിത വേദാന്തമുണ്ടല്ലോ, ഭാഗവതത്തിലെ ഭിക്ഷുഗീത എന്ന സുപ്രധാനമായ ആ ഭാഗം ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഉൾക്കൊള്ളുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സങ്കടമേ ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ ഈ പ്രായമെന്ന് പറയുന്നത്, ഞാൻ ബഹുവചനത്തിൽ തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ ഈ പ്രായം എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നതെല്ലാം കഴിഞ്ഞു എന്നാണ്. ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സാണ് ഇതിൻ്റെ എല്ലാം മുഖ്യ ഹേതു എന്ന് പറയുന്നത്. ശിഷ്ടജീവിതത്തെ നിങ്ങൾ സമ്പുഷ്ടമാക്കണം, ശിഷ്ടജീവിതത്തെ ശ്രേഷ്ഠമാക്കണം. എങ്ങനെ? നമുക്ക് സ്നേഹം ആവാം. ആ സ്നേഹം എന്ന് പറയുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം, നമുക്ക് നമ്മുടെ സഹോദരനോടുള്ള സ്നേഹം, അയൽക്കാരനോടുള്ള സ്നേഹം, സമൂഹത്തിലെ ഓരോ വ്യക്തിയോടും ഉള്ള സ്നേഹം. അപ്പോൾ ഏജ് ഡസ് നോട്ട് പ്രൊട്ടക്ട് ഫ്രം ലവ് എന്നാണ് പറയുന്നത്. ഏജ് ഡസ് നോട്ട് പ്രൊട്ടക്ട് ഫ്രം ലവ്, ബട്ട് ലവ് ഡസ് പ്രൊട്ടക്ട് ഫ്രം ഏജ്. പ്രായം സ്നേഹത്തിൻ്റെ തടസ്സമല്ല, അല്ലേ? സ്നേഹത്തിൽ നിന്ന് പ്രായം രക്ഷിക്കുന്നില്ല. പക്ഷേ സ്നേഹം, ലവ്, പ്രായത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. നമുക്കൊരു ലവ് ഉണ്ടെങ്കിൽ കിളികളോടാവാം. ലവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷം വരുന്നുണ്ട്. കിളികളോടാവാം, പക്ഷിമൃഗാദികളോടാവാം, സമസൃഷ്ടങ്ങളോടാവാം, അയൽക്കാരനോടാവാം, ഒക്കെ ആവാം. ആ ലവ് നമ്മുടെ ജീവിതത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കും. ഒരിക്കൽ ഓഷോയോട് 80 വയസ്സായ ഒരു സ്ത്രീ എന്നിട്ട് ചോദിച്ചു, ഗുരു, ഈ പ്രായത്തിൽ ഇനി സ്നേഹം അല്ലെങ്കിൽ പ്രണയം ഒക്കെ നടക്കുമോ? ഓഷോ ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഓഷോ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും രതിയുടെയും അതിലൂടെയുള്ള ആത്മീയതയുടെയും താന്ത്രിക് സെക്സിൻ്റെയും ഒക്കെ ഗുരുവാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ പ്രായത്തിൽ ഇനി അങ്ങനെയൊക്കെ നടക്കുമോ? ഓഷോ ഒരു കഥ പറഞ്ഞു. ഗാർഡനേഴ്സ് ലാസ്റ്റ് ബ്ലൂം എന്നാണ് കഥയുടെ പേര്. ഗാർഡനേഴ്സ് ലാസ്റ്റ് ബ്ലൂം, തോട്ടക്കാരൻ്റെ അവസാനത്തെ പൂക്കാലം. കഥ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ 80 വയസ്സായ ഒരു മനുഷ്യൻ, ആർതർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇംഗ്ലണ്ടിലാണ്, ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലീന 5 വർഷം മുമ്പേ മരിച്ചുപോയി, ഒറ്റയ്ക്കാണ്. അദ്ദേഹം ആ ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വീടിൽ അദ്ദേഹം ഈ ഭാര്യ മരിച്ചതിന് ശേഷം പൂച്ചെടികൾ വളർത്താൻ തുടങ്ങി. റോസും അതുപോലെയുള്ള സൗരഭ്യമുള്ള സൗന്ദര്യമുള്ള പൂക്കളും ചെടികളും വള്ളിച്ചെടികളും എല്ലാം ഇങ്ങനെ വെട്ടിയൊരുക്കി മനോഹരമായി അദ്ദേഹം പൂച്ചട്ടികളിൽ ഇങ്ങനെ നിരത്തി രാവിലെ ഇറങ്ങി അതിനെയെല്ലാം നനയ്ക്കുക, അതിനെയെല്ലാം പരിപാലിക്കുക, പരിചരിക്കുക, ഇങ്ങനെ സന്തോഷം കണ്ടെത്തി അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു ദിവസം തൊട്ടടുത്ത കോട്ടേജിൽ ഒരു പുതുമുഖം പ്രത്യക്ഷപ്പെട്ടു. പുതുമുഖം, ഒരു സുന്ദരിയായ സ്ത്രീ. അപ്പോൾ ചെടിയുടെ ചുവട്ട് നിൽക്കുകയായിരുന്നു ഇയാൾ. പൂച്ചട്ടിയോടെ എടുത്ത് വരുത്തിയിട്ട് അവരെ നോക്കി. അറിയാൻ പറ്റിയതാണ്, വെറുതെ എഴുന്നേറ്റ് നോക്കിയാൽ മതിയാണ്. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ അയാൾ ഒരു ആവണിത്തന്നലായി മാറി പൂച്ചട്ടിയോടെ എടുത്ത് ഉയർത്തി താഴെ വെച്ചു. അവരതൊന്നും ശ്രദ്ധിച്ചില്ല. അവരൊരു വിരമിച്ച സംഗീത അധ്യാപികയായിരുന്നു. അന്ന് മുതൽ അവിടെ പിയാനോയുടെ ശബ്ദം, പിയാനോയുടെ ഈണങ്ങൾ, ട്യൂണുകൾ എല്ലാം വരുന്നു. ആർതർ ഇപ്പോൾ എപ്പോഴും ചെടിയുടെ മൂട്ടിൽ തന്നെയാണെന്ന് പറയണ്ടല്ലോ. അദ്ദേഹം അവിടെ നിന്ന് ഈ പാട്ടൊക്കെ കേട്ട് രസമായി ജീവിതത്തിനൊരു പുതിയ താളവും ജീവിതത്തിനൊരു പുതിയ ഭാവവും ജീവിതത്തിനൊരു പുതിയ ഈണവും വന്നു. അത് പിയാനോയുടെ ഈണമായിരുന്നു. അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരാൾ, ഒരു ഉദ്യാനപാലകനുണ്ടെന്നറിയാം. അവരവരുടെ പാട്ടും സംഗീതമൊക്കെ ആയിട്ട് മധുരോദാരമായ സംഗീതം കേട്ട് ആർദർ ഇപ്പുറത്ത് അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. ഒരു ദിവസം ദൈവം ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഒരു ദിവസം ഇയാളുടെ ഓക്ക് മരത്തിൻ്റെ ചില്ല ഒടിഞ്ഞ് അപ്പുറത്ത് വീണു.
ഓക്ക് മരത്തിൽ ഇതൊന്നും കണ്ടിട്ട് സഹിച്ചില്ല. അതിൻ്റെ ചില്ല ഒടിഞ്ഞ് അപ്പുറത്ത് വീണപ്പോൾ ഈ സ്ത്രീയുടെ അവർ വളർത്തുന്ന കിളിക്കൂടിൻ്റെ പുറത്തൂടെയാണ് വീണത്. കിളിക്കൂട് തകർന്നു. അവരും പുറത്തു വന്നു, ഇയാളും അങ്ങോട്ട് ചെന്ന് അവിടെ സംഘട്ടന ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആർദർ അവരെ നോക്കി മനോഹരമായി ചിരിച്ചിട്ട് സോറി എന്ന് പറഞ്ഞു. ആ സോറി എന്ന് പറഞ്ഞതിൻ്റെ ആ ശബ്ദ സൗന്ദര്യം കൊണ്ട് അവർ പറഞ്ഞു സാരമില്ല. അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മളൊരു സോറി പറഞ്ഞാൽ സാരമില്ലെന്ന് പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോൾ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ 2 വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ബൈക്കുകാരൻ വീണു, അവൻ്റെ തെറ്റുകൊണ്ടാണ് ഇടിച്ചത്. അയാൾ ഉടനെ ബോധം കെട്ടവനാണ്, ചാടി എഴുന്നേറ്റ് 2 തെറി പറഞ്ഞിട്ട് വീണ്ടും ബോധം കെടുന്നു. മറ്റവന് ബോധമുണ്ട്, അവൻ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു വണ്ടി വേറൊരു വണ്ടിയെ ഓവർടേക്ക് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓവർടേക്ക് ചെയ്തൊരു വണ്ടി പോവുകയാണെ, ആ വണ്ടിയുടെ ഡ്രൈവർ നേരെ പോകും, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നവൻ ഇവനെ ഒന്ന് ചെറിയും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓവർടേക്ക് ചെയ്തതിൻ്റെ ചുണ അയാളുടെ ആണ്, ഡ്രൈവറുടെ ആണ്. ഇവൻ ഇപ്പുറത്തിരുന്നേ ഉള്ളൂ. ഉടനെ ഇവനെ അയാളെ ഒന്ന് നോക്കിവിടും. അഥവാ ഒരു തട്ടാമുട്ടോ പറ്റിയാൽ സോറി എന്ന് പറഞ്ഞാൽ പോലീസുകാർ വരെ അങ്ങ് പോകും. ഞാൻ മറ്റേ ചില ലൈൻസിന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ലല്ലോ ക്രോസ് ചെയ്യുമ്പോൾ. ഞാനെന്തോ ആലോചിച്ചുകൊണ്ട് വന്ന ലൈനിൻ്റെ അപ്പുറത്ത് പോയി. പോലീസുകാർ ഓടി വന്നു. ഞാൻ പറഞ്ഞു സോറി, ചിരിച്ചോണ്ട് പറഞ്ഞു സോറി. അയാൾ പറഞ്ഞു സാരമില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് കയറിക്കൊള്ളാം, അല്ലേ പൊയ്ക്കോളാം. അതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു സോറി, ഞാൻ ഈ കിളിയെ കൊല്ലും പറ്റിയോ, വേറെ കിളിയും എല്ലാം കൊണ്ടുവരാം. എന്തിനു പറയുന്നു? ഈ കൂട്ടത്തിൽ അയാൾ ചോദിച്ചു, ഓ അതൊന്നും വേണ്ട, സാരമില്ല, കിളിക്കൂടിനൊന്നും പറ്റിയില്ല, ഞാൻ വലിച്ചു നൂത്താ മതിയല്ലോ എന്നൊക്കെ അവരും പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു പേരെന്താ? ഒരു അവസരം, ഒരു ചാൻസ്. പേരെന്താ? അവർ പറഞ്ഞു ക്ലാര. ഇദ്ദേഹത്തിൻ്റെ പേരോ? ആർദർ. വൈഫിനെ എവിടെ കാണാനില്ല. വൈഫ് പോയല്ലോ. എവിടെ പോയി? മരിച്ചുപോയി. വലിയ സന്തോഷത്തിലാണ്. വൈഫ് പോയല്ലോ. അങ്ങനെ അവർ തമ്മിൽ അല്പാൽപമായി അടുക്കുന്നു. ഓഷോ പറഞ്ഞ കഥയാണ്. 80കാരിയായ സ്ത്രീയോട് അല്പാൽപമായി അടുക്കുന്നു. ഒരു ദിവസം, ഞാൻ കഥ ചുരുക്കുന്നു, ഓഷോയ്ക്കാകുമ്പോൾ ആശ്രമമാണ്, അദ്ദേഹത്തെ കാണാൻ വരുന്നവർ കുറേ നേരം കേട്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ, എനിക്കും അങ്ങനെ അല്ലല്ലോ, ഞാൻ കഥ ചുരുക്കുന്നു. ഒരു ദിവസം ഇയാൾ കുളിച്ച് ഉള്ള മുടിയൊക്കെ ബ്രഷ് ചെയ്ത് ഒരു പുസ്തകമായിട്ട് ചെന്ന് ബെല്ല് ചെയ്തു. ക്ലാര പെട്ടെന്ന് തുറന്നു. ക്ലാര തൊട്ട് പറയുകയുണ്ടായിരുന്നു. ഇയാൾ ഇവിടെ നിന്ന് പുസ്തകം എടുക്കുന്നതേ അവർ കണ്ടിരുന്നു. എടുത്തു. ഒറ്റയ്ക്കിരിക്കല്ലേ, ഈ പുസ്തകം വെച്ചോളൂ. പുസ്തകം നോക്കിയപ്പോൾ റൊമാൻറ്റിക് പോയംസ്, വയസ്സ് 80, അവർക്ക് 75. അവർ പറഞ്ഞു നല്ല പുസ്തകമാണല്ലോ കൊണ്ടുവന്നത്, ഇരിക്കട്ടെ മൊത്തം വായിക്കാം. ആ രീതിയിൽ അവർ അടുത്തിട്ട് ഓഷോ പറയുന്നു, ഒരു യുഗ്മഗാനമായി അവർ ജീവിച്ചു എന്നാണ്. ഇങ്ങനെ ഒരു യുഗ്മഗാനമായി അവർ ജീവിച്ചു. നമ്മുടെ യുഗ്മഗാനങ്ങളല്ല. നമ്മുടെ യുഗ്മഗാനം മോശമാണോ? യവനസുന്ദരി സ്വീകരിക്കുകയും പവിഴമല്ലിക പൂവുകൾ. എത്ര സുന്ദരമായ മരിക്കാത്ത ഗാനം അല്ലേ? യവനസുന്ദരി സ്വീകരിക്കുകയും പവിഴമല്ലിക പൂവുകൾ. അവിടെ മറുപടി, ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസ്സിരുന്നവളാണ് ഞാൻ. അത് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച ഒന്നുകൂടെ, പ്രേമ തപസ്സിരുന്നവളാണ് ഞാൻ. അവരതൊന്നും പറഞ്ഞില്ല. ഈ പുസ്തകം എടുത്തു. ഈ കവിതയെക്കുറിച്ച് പറയുമ്പോഴാണ്, ഇപ്പോൾ ഈയിടയ്ക്ക് ഒരാൾ ചോദിച്ചു, അക്കാലത്തെ കവിതകളെ, പാട്ടുകളെ, എന്താണ് വിവാഹിതയിലൊരു പാട്ടുണ്ടല്ലോ, അതല്ല, വിവാഹിത എന്ന സിനിമയിലെ ഒരു പാട്ട്, സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അടുത്ത വരി ഒരു ഗദ്ഗതമായി അല്ലേ? അങ്ങനെ പോയിട്ട് അതിലൊരു വരിയുണ്ട്, നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ, കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. ഈ ഇടയ്ക്ക് ഒരുത്തം വന്ന് എന്നോട്, ഞാനിതിൻ്റെ പരാതിയാണ്, എന്നോട് ഒന്ന് ചോദിക്കുകയാണ്, സാറേ ഈ വയലാർ അങ്ങനെ എഴുതിയതെന്താ? നമ്മൾ എങ്ങനെ? നിറഞ്ഞ മാറിലെ ആദ്യ നഖക്ഷതം മറയ്ക്കുവാനേ കഴിയൂ, കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. അന്ന് ടെക്സ്റ്റൈൽസ് ഇല്ലേ, ജൗളിക്കടയൊന്നുമില്ലേ അന്ന്? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് കവിഭാവനയല്ലേ. പക്ഷെ ഇവൻ പോയപ്പോൾ ഞാൻ ആലോചിച്ചു,
ഓരോരുത്തർ ഓരോന്ന് ഇളക്കി ഇടുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ ഇനി കൂന്തലില്ലെങ്കിൽ എന്തോ ചെയ്യും? അതുമല്ല, അപ്പോൾ കവിഭാവനയെ എല്ലാം ചോദ്യം ചെയ്യുകയാണ്. ആർക്കും ഒന്നിനും തൃപ്തിയില്ല. ഓഷോ പറഞ്ഞ കഥയിൽ പ്രണയത്തിൻ്റെ ശാശ്വതമായ സാക്ഷാത്കാരമായി ആർദറും ക്ലാരയും ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വന്ന 80 വയസ്സുകാരി 17കാരിയായിട്ട് തുള്ളിച്ചാടിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം ഈ തരത്തിലുള്ള ജീവിതത്തിലേക്ക് ഞാൻ ചുരുക്കുകയാണ്. മടങ്ങിപ്പോകേണ്ട ഏറ്റവും സുപ്രസന്നമായ കാലമാണിത്. ഇന്ന് ഈ പ്രഭാഷണത്തിന് ഞാൻ കൊടുക്കുന്ന പേര് ഇന്നലകളെ വിട എന്നാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ ഇന്നലകളെ കുറിച്ച് മറക്കുക. യെസ്റ്റർഡേ ഡെഡ് എന്നല്ലേ ഒമർ ഖയ്യാം പറഞ്ഞത്. യെസ്റ്റർഡേ ഡെഡ്, ടുമോറോ അൺബോൺ. നാളെ ജനിച്ചിട്ടില്ല. ടുഡേ ഓൺലി ഈസ് അലൈവ്, ഇന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഡ്രിങ്ക് ക്യാൻ ബി മെറി ടുഡേ, ഫോർ ടുമോറോ യു മേ ഡൈ. നാളെ ഒരുപക്ഷെ നിങ്ങൾ മരിച്ചു പോയേക്കാം. നാളുകളെക്കുറിച്ച് ചിന്തിക്കാതെ, ഇന്നലകളെക്കുറിച്ച് ഓർമ്മിക്കാതെ നിങ്ങൾ ഇന്നിൻ്റെ രസത്തിൽ, ഇന്നിൻ്റെ അഭിനിവേശത്തിൽ, ഇന്നിൻ്റെ സൗഖ്യത്തിൽ ജീവിക്കുക. അതുകൊണ്ടാണ് ഈ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് പറയുന്നത് ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഇൻ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ അവശേഷിക്കുന്ന ജീവിതത്തിലെ ആദ്യത്തെ ദിവസമാണിന്ന്. അപ്പോൾ ഇന്ന് മുതൽ ഒമർ ഖയ്യാം പറഞ്ഞതുപോലെ ചിന്താസുന്ദര കാവ്യവും പലതരം ഭോജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും. അതുണ്ടല്ലോ അല്ലേ, ഫെലോഷിപ്പ് ഉണ്ടല്ലോ. ആരോടാ ചോദിക്കും? ചെന്നിറം ചിന്തി ഇല്ലേ? കഷ്ടമായിപ്പോയി. ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും പൈന്തേൻ നിർമൊഴി മാമരത്തണലിൽ സംഗീതവും ചേരുകിൽ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹ സ്വർലോകമാണോമനെ എന്ന് പറയുന്ന റൂബിയാത്തിലെ ആ വരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ പരമകോടിയിലെത്തുന്ന വിധത്തിലുള്ള ചര്യകളിലും ചേഷ്ടകളിലും ഇടപെട്ടുകൊണ്ട് നിങ്ങൾ ശിഷ്ടജീവിതത്തെ ഉത്കൃഷ്ടമാക്കുക, ശ്രേഷ്ഠമാക്കുക, സന്തുഷ്ടമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സശ്രദ്ധം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, നന്ദിയുടെ നറുമലരുകൾ വർഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.